ടർബോ ബേസിക്കലി വൈശാഖ് സർ ഫോൺ ചെയ്തിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുമ്പ്. അപ്പോൾ ഞാനൊരു മൂവി എടുക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു ഫേസ് ആണ് ഞാൻ നോക്കുന്നത്, കുറച്ച് നെഗറ്റീവാണ്. അപ്പം നോ പ്രോബ്ലം, നെഗറ്റീവാണ്. അതെ. അപ്പോൾ പക്ഷെ അങ്ങനെ ഒരു ഫുൾ ഇത് പറഞ്ഞില്ല, ഇത്രേ എനിക്ക് ബ്രീഫ് ഉള്ളൂ. ഞാൻ പറഞ്ഞു അപ്പം മമ്മൂട്ടി കമ്പനി, മമ്മൂട്ടി സാറ്, ഞാൻ ഡൺ, എനിക്ക് വരണം, നാളെ വരണോ, ഞാൻ റെഡി. സർപ്രൈസ് ആയോ? സി ഞാൻ ക്രിസ്റ്റഫറിൽ അഭിനയിച്ചിട്ടുണ്ട്. അഗൈൻ ഐ ഡോണ്ട് ഹാവ് എ കോമ്പിനേഷൻ സീൻ. പക്ഷെ സി അങ്ങനത്തെ ഒരു ഐ ഡോണ്ട് വാണ്ട് ടു കോൾ സ്റ്റാർ, അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ്, ഇപ്പം ലാൽ സാർ ആണെങ്കിലും മമ്മൂട്ടി സാർ ആണെങ്കിലും ഐ റിഗാർഡ് ദം ആസ് എൻ ഹൈ എൻഡ് സ്റ്റാർസ്, ആർട്ടിസ്റ്റ്. അവരുടെ ആർട്ടിസ്ട്രിയിൽ അവർ റിഫൈൻമെന്റ് കൊണ്ടുവന്നേക്കണ കലാകാരന്മാരാണ്, മോർ ദാൻ ജസ്റ്റ് ബീങ് എ സ്റ്റാർ. അതിൻ്റെ ഒപ്പം അവർക്ക് സ്റ്റാർഡം കൊണ്ടുപോകാൻ പറ്റിയത് ഇസ് എ ഹ്യൂജ് അച്ചീവ്മെന്റ്. അപ്പോൾ അത് എനിക്ക് അത്രയും റെസ്പെക്റ്റ് ആണ്. അത് കേട്ടപ്പോൾ തന്നെ ഒന്നും കേൾക്കണ്ട, ഞാൻ റെഡി. അപ്പോൾ ഒരു 5-6 ദിവസം ഷൂട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെ ഈ 5-6 ദിവസം എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് റോളിൻ്റെ ഒരു ലെങ്ത് മനസ്സിലായി. ഇത്രയും വലിയ സിനിമയാണ്. പിന്നെ അവിടെ ചെന്നപ്പം ട്രയൽ കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നി, ഓ ഇത് കുറച്ച് സ്റ്റൈലിനാണ്. സോ ഐ വാസ് എക്സൈറ്റഡ്. ഓക്കെ. അപ്പം അത് അഭിനയിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഓ ഞാൻ വിചാരിച്ചില്ല, കാരണം ഡാൻസർ ആയിട്ടാണ് എല്ലാവരും കണ്ടിട്ടുള്ളൂ കൂടുതലും. ഡാൻസർ, യോഗ, ശാന്തമായി യോഗയൊക്കെ ശാന്തം, എനിക്ക് അങ്ങനെ യോഗ എന്ന് പറയുന്നത് ഭയങ്കര നമുക്കൊരു റിലീഫ് കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഇത്രയും ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തപ്പോൾ ആൾക്കാരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? സി ടർബോയിൽ സർപ്രൈസ് ഫാക്ടർ ഉണ്ടായിരുന്നു. അതായത് മിക്കവാറും എല്ലാ സിനിമയിലും ഞാൻ ആരെങ്കിലും തെറി പറയുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു വരി ഇടിക്കാൻ പോകുന്ന ഒരു സാധനമാണ് എപ്പോഴും. അത് തന്നെയാണ് ഇവിടെയും എൻ്റെ ഇൻട്രോ സീൻ. ഞാൻ ശബരീഷിനെ എടുത്തിട്ട് എന്താടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ബഹളമുള്ള സീനാണ്. പക്ഷെ അതിൽ ഒതുങ്ങും എന്ന് എല്ലാവരും വിചാരിച്ചു. പിന്നെ വില്ലൻ ഗ്യാങ്ങിന്റെ ഒപ്പം വന്നപ്പോഴാണോ, അയ്യോ ഇവരാണല്ലേ പാര. എനിക്ക് കുറേ മെസ്സേജൊക്കെ വന്നു, എന്നാലും ചേച്ചി പാവം ശബരീഷിനെ കൊല്ലണ്ടായിരുന്നു. ഞാനല്ലല്ലോ, ഞാനൊരു പേരല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ ഐ എൻജോയ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരു ഇത് കിട്ടിയത് ടർബോയിൽ തന്നെയാണ്. മമ്മൂട്ടി സാർ എങ്ങനെയായിരുന്നു ലൊക്കേഷനിൽ? ഞാൻ കണ്ടിട്ടില്ല, അതെ ചോദിക്കരുത്, ഞാനിപ്പോൾ കരയും. സാറിൻ്റെ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ എനിക്ക് സാറിനെ പേഴ്സണലി മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാ സിനിമയിൽ വില്ലത്തിയായിട്ട് അഭിനയിച്ചിട്ട് മമ്മൂട്ടി സാർ. പിന്നെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കും, സാർ എന്റെ പെർഫോമൻസ് കണ്ടല്ലോ, നമുക്കത് മതിയല്ലോ, അത് പോരാ. പറയാൻ കാണിച്ച മനസ്സ് വേറെ നമ്മൾ കണ്ടു എന്നങ്ങ് പറഞ്ഞാലേ എന്തിനാ നമ്മൾ വെറുതെ. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് ഹിം. Definitely look forward. ഇപ്പൊ നെക്സ്റ്റ് അപ്കമിങ് പ്രോജക്റ്റ് ഒക്കെ മേബി നല്ലൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കമോൺ. ഈ ബിഗ് ബോസ് ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ബിഗ് ബോസ് 3 കണ്ടസ്റ്റന്റ് ആയിരുന്നല്ലോ, അതിലായിരുന്നല്ലോ ഇത്രയും ആൾക്കാർക്ക് മനസ്സിൽ എടുക്കാൻ പറ്റിയ ആൾക്ക് ഇത്രയും ഫാൻസ് വന്നതും കാര്യങ്ങളും. 70 ദിവസം അല്ലേ? അപ്പോ 70 ദിവസമൊക്കെ നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ് അവിടെയൊക്കെ. അപ്പോ അത്രയും അതൊക്കെ നോക്കുമ്പോ ഭയങ്കര കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അന്ന് കോവിഡ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും വീട്ടിലിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. 2 ആഴ്ചയാണെങ്കിലും ഇറ്റ്സ് ഓക്കെ. പിന്നെ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ഒരു പോപ്പുലാരിറ്റി കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ബിക്കോസ് എന്നെ ആർക്കും അറിയില്ല. എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും മലേഷ്യയിലാണ്, പിന്നെ കുറച്ച് ഡാൻസേഴ്സിന് അറിയാമെന്നല്ലാതെ ഒരു വൈഡ് പോപ്പുലാരിറ്റി സോഷ്യൽ മീഡിയയും എനിക്ക് 10,000 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഐ എം വെരി ലോ. ഞാൻ അങ്ങനെ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഇല്ല. ഇപ്പോഴും എല്ലാവരും ചോദിക്കും എന്തെങ്കിലും രാവിലെ എണീറ്റ് ഗുഡ് മോർണിംഗ്. നമ്മൾ എൻ്റെ മോർണിംഗ് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് ഞാനാരും തീരുമാനിക്കില്ല. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഗുഡ് മോർണിംഗ് ജസ്റ്റ് ഡസന്റ് വൈബ് വിത്ത് മീ. ഇപ്പം എനിക്ക് വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഒന്നും ചെയ്യാറുമില്ല. ലൈക്ക് അൺലെസ് ഐ എം കൺവിൻസ്ഡ് ഐ ഡോണ്ട് ഡു ഇറ്റ്. അപ്പോൾ സോഷ്യൽ മീഡിയ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ വട്ട് എവർ ഇറ്റ് ഈസ് അതിൻ്റെ ഓഡിയൻസിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഇസ് മച്ച് വൈഡർ ദാൻ എൻ്റെ ആക്സസിബിലിറ്റി. അവിടെ പോയി 2 ആഴ്ച ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു കുറേ ആൾക്കാരറിയും ഇങ്ങനെ ഒരു ഡാൻസർ ഉണ്ട്, മൈ എക്സിസ്റ്റൻസ് വിൽ ബി നോൺ എ ലിറ്റിൽ ബിറ്റ് മോർ. അത്രേ ഉദ്ദേശം ഉണ്ടായിരുന്നു.